ഈ ആരാധനയിൽ നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഈശോ നമുക്കായിട്ട് ചൊരിഞ്ഞു. അനേകരെ കർത്താവ് അനുഗ്രഹിച്ചു. ഇവിടെ കടന്നു വന്ന ഒറ്റ ഒരാൾ പോലും അനുഗ്രഹിക്കപ്പെടാതെ മടങ്ങിപ്പോയിട്ടില്ല. ഇന്ന് വലിയ അനുഗ്രഹത്തിന് ദിവസമാണ്. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പന്തലിലും പരിസരത്തുമുള്ള സകല ജനങ്ങളും ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിറയാൻ പോവുക. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. നമുക്ക് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് സർവ്വശക്തിയോടുകൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. സ്വർഗം തുറക്കണമേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. അപ്പത്തിൽ വസിക്കുന്ന രാജാതിരാജനായ ക്രിസ്തുവിനെ, മഹത്വത്തിന്റെ രാജാവിനെ, സർവശക്തനായ കർത്താവിനെ കരമുയർത്തി അടിച്ചൊന്ന് സ്തുതിക്കട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് ഒരാ സർവശക്തിയോടെ സ്തുതിച്ചുകൊണ്ട് കരമടിക്കാം. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഇന്ന് കർത്താവിനെ ആരാധിക്കാനായി ഇവിടെ ഹൃദയം തുറന്നു നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്ന സന്ദേശം ഇതാ: കരച്ചിൽ നിർത്തി കണ്ണുനീര് തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. കർത്താവ് പറയുന്നു കരച്ചിൽ നിർത്തുവാൻ. കരച്ചിൽ നിർത്താനാ കർത്താവ് പറയുന്നത്. നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നിന്റെ മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, കടബാധ്യതകളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, തീരാ രോഗങ്ങളെ ഓർത്ത്, ഒരു ഭവനമില്ലാത്തതിനെ ഓർത്ത്, മക്കളെ ഓർത്തൊക്കെ നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. യേശു ഇന്ന് ഇവിടെ ആയിരിക്കുന്നവരോട് പറയുന്നു, നീ കരച്ചിൽ നിർത്തുക. നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. അടുത്തു നിൽക്കുന്ന വ്യക്തിയോടെന്ന് പറഞ്ഞ് കരച്ചിൽ നിർത്തി കണ്ണുനീര് തുടയ്ക്കുക. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. തൊട്ടടുത്തു നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞ് കരച്ചിൽ നിർത്തി കണ്ണുനീര് തുടയ്ക്കുക. നിന്റെ ഭാവി പ്രത്യാശ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. വലതുകരം എത്തിപ്പിടിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ ആരാധനയിൽ അങ്ങ് എന്റെ കണ്ണുനീര് തുടയ്ക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ ഭാവി, എന്റെ കുടുംബത്തിന്റെ ഭാവി അനുഗ്രഹമാക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, എന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി തരുമെന്ന് എനിക്കുറപ്പുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് അങ്ങനെ നയിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു
ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് അങ്ങ് തുടയ്ക്കണമേ. തകർന്ന ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. തകർന്ന മനസ്സുകളെ തൊടണമേ. തീരാ രോഗികളെ സൗഖ്യമാക്കണമേ. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. ഏതാനും മാസം മുൻപ് നമ്മുടെ ധ്യാനത്തിന് പങ്കെടുത്ത ഒരു സഹോദരൻ, 27 വയസ്സ് പ്രായം, ബിനു എന്ന അവൻ്റെ പേര്. ബൈക്ക് അപകടത്തിൽ നടുവും കാലുകളും തകർന്നു പോയ ആ ചെറുപ്പക്കാരൻ, മാതാപിതാക്കൾക്ക് ഒരേയൊരു മകൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാസങ്ങളോളമായിട്ട് ചികിത്സയിലായിരുന്നു. പല ഓപ്പറേഷനുകളും നടന്നു. വലത് കാലിന് 8ഓളം ഓപ്പറേഷൻ കഴിഞ്ഞു. അവൻ്റെ കണ്ണ് കൂട്ടി കാല് തകർന്നു പോയിരുന്നു. അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായിട്ട് തളർന്നുപോയി. ഈ മകൻ്റെ ആ കണ്ണയുടെ ഭാഗം കരിയുന്നില്ല. മാസങ്ങളായിട്ട് ഈ മുറിവിങ്ങനെ പഴുപ്പ് ഉള്ളിലേക്ക് കയറി രോഗം വളരെ ഗൗരവമുള്ളതായിട്ട് മാറി. ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ മകൻ്റെ വലതു കാലം മുറിച്ചു കളയണം, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മകൻ്റെ രോഗാവസ്ഥയിൽ തകർന്ന ആ മാതാപിതാക്കന്മാര് ഹൃദയം നുറുങ്ങി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഇവനോട് തന്നെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നിന്റെ വലതുകാലം മുറിച്ചു കളയേണ്ട സ്ഥിതിയാണ്. അസ്ഥിക്ക് മുഴുവൻ ഇൻഫെക്ഷൻ ആയിരിക്കുന്നു. മുട്ടിൻ്റെ മുകൾ വശം വെച്ച് മുറിച്ചു കളയാൻ പോകുക തീരുമാനമെടുത്തു ഡോക്ടർ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓർത്തോയുടെ മെയിൻ ഡോക്ടറാണ് ഡോക്ടർ PS ജോൺ. അദ്ദേഹം പറഞ്ഞു, ഈ കാല് മുറിച്ചു കളയാതെ മറ്റൊരു വഴിയുമില്ല. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എൻ്റെ ഈ കാല് മുറിച്ചു കളഞ്ഞാൽ ഞാൻ ആത്മഹത്യ, ഞാൻ ജീവിക്കത്തില്ല. എൻ്റെ ഈ കാല് മുറിച്ചു കളഞ്ഞിട്ട് എനിക്ക് ജീവിക്കണ്ട. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന ഈ മകൻ്റെ വാക്കുകളാ, ഈ കാല് മുറിച്ചു കളഞ്ഞിട്ട് എനിക്ക് ജീവിക്കണ്ട. നമ്മുടെ ധ്യാനത്തിൽ ആ സഹോദരനും മാതാപിതാക്കളും പങ്കെടുക്കുക. ആംബുലൻസിൽ ധ്യാന കേന്ദ്രത്തെ കൊണ്ടുവന്നത് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററാണ്. ഇവൻ്റെ ഇടവകയിലെ കോൺവെൻറ്റിലെ സിസ്റ്റർ അറിഞ്ഞു ഇവൻ ഇങ്ങനെ പറഞ്ഞുവെന്ന്, ആത്മഹത്യ ചെയ്യുമെന്ന്. ആ സിസ്റ്റർ ചെന്ന് ഇവനെ കണ്ടിട്ട് പറഞ്ഞു, മോനെ, കർത്താവ് നിന്നെ തൊടും, ഞാൻ ഡോക്ടറോട് അനുവാദം മേടിച്ചു നിന്നെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോകാം. ഈ സിസ്റ്റർ എന്ന് ഈ ഡോക്ടറോട് എന്ന് ചോദിച്ചു കാര്യങ്ങൾ. ഡോക്ടർ പറഞ്ഞു, ധ്യാനത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാല് മുറിക്കാം. ആംബുലൻസേന ഈ ബിനു എന്ന ചെറുപ്പക്കാരനെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവന്നത്. ധ്യാനകാലിൻ്റെ പുറകില് ഇവനെ കൊണ്ടുവന്ന് കിടത്തി ഒരു കട്ടിലിൽ. ധ്യാനത്തിൻ്റെ 1-ാം ദിവസം കഴിഞ്ഞു, ഞായർ തുടങ്ങി. തിങ്കളാഴ്ച വൈകിട്ട് കിടന്ന സൗഖ്യാരാധനയിൽ കർത്താവിൻ്റെ ശക്തി ഈ മകൻ്റെ മേൽ ഇറങ്ങുകയാണ്. 8 മാസമായിട്ട് ബൈക്ക് അപകടത്തിൽ നടുവും കാലുകളും തളർന്നു പോയ വലത് കാലം മുറിച്ചു കളയെന്ന് പറഞ്ഞ ഈ മകൻ്റെ എടുക്കൽ നിന്നുകൊണ്ട് അപ്പനും അമ്മയും കണ്ണുനീരോടെ നിലവിളിക്കുക, എൻ്റെ കുഞ്ഞിനെ കർത്താവേ ഒന്ന് തൊടണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. മാതാപിതാക്കന്മാര് നിലവിളിച്ചു കരഞ്ഞു. ജനം സൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്കുന്ന സന്ദേശം ഇതായിരുന്നു, ആ മൂലക്കത്തെ കട്ടിലെ കിടക്കുന്ന ചെറുപ്പക്കാരനോട് എണീറ്റ് നടക്കാൻ പറയാൻ. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ കരങ്ങൾ ചൂണ്ടിട്ട് പറഞ്ഞ മൂലക്കത്തെ കട്ടിലിനെ കിടക്കുന്ന ചെറുപ്പക്കാരനെ എണീപ്പിക്കാൻ പറഞ്ഞു. ചുറ്റുവട്ടത്തുണ്ടായിരുന്നവർ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞു പിടിവിടാൻ പറഞ്ഞു. 8 മാസമായിട്ട് തളർന്ന ബിനുവിൻ്റെ നടുവും കാലുകളും ബലം പ്രാപിച്ച് അവൻ നടക്കുവാൻ തുടങ്ങി. യേശുവിനെ കരമടിച്ചൊന്ന് മഹത്വപ്പെടുത്താമോ? ആ കർത്താവ് ഇവിടെയുണ്ട്. ബിനുവിനെ എണീപ്പിച്ചു നടത്തിയ കർത്താവ് ഈ തിരുവോസ്തിയിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ ദൈവം, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇവിടെ ഉണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു
മഹത്വപൂർണനായിട്ട് ഈ തിരുവോസ്തിയിലുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് വലത് കൈ വീശി കാണിച്ചേ. ഹല്ലേലൂയ. അത്ഭുതം അവിടെ അവസാനിക്കുന്നില്ല. ബിനു നടക്കുവാൻ തുടങ്ങി. പിച്ച വെച്ചു നടന്നു. അടുത്ത ദിവസങ്ങളിൽ ആരുടെ സഹായം കൂടാതെ അവൻ നടന്നു. ധ്യാനം കഴിഞ്ഞ് മടങ്ങി. വെള്ളിയാഴ്ച ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് പറയുന്നു, വെള്ളിയാഴ്ച രാവിലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇവൻ്റെ കാലിൽ പൊതിഞ്ഞുവിട്ടിരിക്കുന്ന ആ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റി പരിശോധിക്കുമ്പോൾ ഉണങ്ങാത്ത മുറിവ് ഉണങ്ങി. കാലിന് ഇൻഫെക്ഷനില്ല. ഡോക്ടർ പറയുന്നു കാലുകൾ മുറിച്ചു മാറ്റണ്ട. കരമുയർത്തി അടിച്ചൊന്ന് നന്ദി പറഞ്ഞേ. എല്ലാ മഹത്വവും യേശുവിന്. കണ്ണുനീരിന്റെ മുൻപിൽ അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട്. കർത്താവ് നിന്നെ തൊടും. നിന്റെ തകർച്ച എന്തുമാവട്ടെ, കടബാധ്യത, രോഗം, സാമ്പത്തിക തകർച്ച, മക്കൾക്ക് ജോലിയില്ല, വിവാഹം കഴിഞ്ഞു, വർഷങ്ങളായിട്ട് മക്കളില്ല, നിന്റെ കണ്ണുനീരിന് കർത്താവ് ഇന്ന് മറുപടി തരാൻ പോകുക. ജെറമിയ 30:8 നിന്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർക്കും, സകല കെട്ടുകളും കർത്താവ് ഇന്ന് അഴിച്ചുവിടും. ഈ സാബത്ത് ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് മാറാൻ പോകുക. ഈ പന്തലിലും ഇതിൻ്റെ പരിസരത്തും തടിച്ചുകൂടി നിൽക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചുട്ടേ കർത്താവ് ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തുള്ളൂ. വിശ്വസിക്കുന്നവർ രണ്ടു കരങ്ങളും ഉയർത്തി അടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. അത്ഭുതകരമായ പിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന, നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. ആണിപ്പാടുള്ള കരം ഓരോ രോഗിയുടെ മേൽ വയ്ക്കണമേ. ഈ സമൂഹത്തിലുള്ള തളർവാദ രോഗികൾ യേശുവിന്റെ നാമത്തിൽ എണീറ്റു നടക്കട്ടെ. കാലുകൾ ബലം പ്രാപിക്കട്ടെ, നടുവ് ശക്തി പ്രാപിക്കട്ടെ, നട്ടല് ശക്തി പ്രാപിക്കട്ടെ, തളർന്ന കൈകൾ ശക്തി പ്രാപിക്കട്ടെ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. യേശുവേ, സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ശക്തി അയക്കണമേ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവൻ, അവനല്ലോ ലോകപാലകൻ, അവനല്ലോ പാപനാശകൻ, അവനല്ലോ സൗഖ്യദായകൻ, അവനല്ലോ രാജാധിരാജൻ. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ.
നിമിഷം കരങ്ങൾ ഒന്ന് കുപ്പിപ്പിടിച്ച് നിങ്ങളുടെ രോഗങ്ങൾ, കടബാധകൾ, ജീവിതഭാരങ്ങൾ, മക്കളില്ല, ഭവനമില്ല, ജോലിയില്ല, പരീക്ഷയിൽ പാസ്സാകുന്നില്ല, എല്ലാ വിഷമങ്ങളും യേശുവിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കുക. ഇവിടെ കടന്നു വന്നിരിക്കുന്ന വീൽ ചെയറിൽ ഇരിക്കുന്നവർ, തളർവാദ രോഗികൾ, കൈകാലുകൾ തളർന്നവർ, നടുവ് നട്ടലൊക്കെ തകർന്നവരൊക്കെ കർത്താവിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങളും കടഭാരങ്ങളും വിഷമങ്ങളൊക്കെ യേശുവിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചേ. സൗഖ്യദായകൻ മഹത്വപൂർണ്ണനായിട്ട് ഇവിടെയുണ്ട്. യെശയ്യാ 33:24 തൻ്റെ നിവാസികളിൽ ആരും താൻ രോഗി ആണെന്ന് പറയത്തില്ല, രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. ലൂക്ക 4:40 വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ സൗഖ്യമാക്കി. പിശാച് ബാധിതരെ, അശുദ്ധാത്മാക്കളെ എല്ലാം സൗഖ്യമാക്കി. ബഹിഷ്കരിച്ചു തിന്മയുടെ ശക്തികളെ. കർത്താവേ, അങ്ങയുടെ കരം വയ്ക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. പാപദുശ്ശീലങ്ങൾ, പൈശാചി വീടകൾ, തിന്മയുടെ ആധിപത്യങ്ങൾ, കുടുംബപരമായ അനുഗ്രഹത്തിനുമുള്ള തടസ്സങ്ങളെല്ലാം തകർത്തുകൊണ്ട് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. കർത്താവിൻ്റെ ശക്തിയുടെ പ്രവാഹം ഇവിടെ ഈ പന്തലിൽ വ്യാപരിക്കട്ടെ. ജനമെല്ലാം കർത്താവിൻ്റെ ശക്തിയാൽ അഭിഷേകത്താൽ നിറയട്ടെ. അത്ഭുത വിടുതൽ ഈ ജനത്തിൻ്റെ മേൽ ഒഴുകട്ടെ. ലാസറിന്റെ മേൽ കടന്നുപോയ അതേ ജീവന്റെ ശക്തി ഈ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ വ്യാപിക്കട്ടെ. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു, അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ രോഗത്താൽ വിഷമിക്കുന്നവരെല്ലാം നിങ്ങളുടെ വലതുകരം രോഗമുള്ള ശരീരഭാഗങ്ങളിൽ വയ്ക്കുക. ശരീരത്തിൽ പല രോഗങ്ങൾ കാണും. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ വലതുകരമോ ഇടതുകരമോ വെച്ചുകൊള്ളുക. നടുവിന് പ്രയാസമുള്ള നടുവിന് വയ്ക്കുക. ഹാർട്ടിന് രോഗമുള്ളവർ, ലങ്സിന് ക്യാൻസർ ബാധിച്ചവരൊക്കെ നെഞ്ച കൈവയ്ക്കുക. ആസ്മാരുകൾ നെഞ്ചിന് കൈവച്ചുകൊള്ളുക. തലയ്ക്കകത്ത് ട്യൂമർ, തലവേദന, മൈഗ്രെയിനുള്ളവർ തലയിൽ നിന്ന് കൈവച്ചുകൊള്ളുക. ഗർഭപാത്ര രോഗങ്ങൾ, മക്കളില്ലാത്തവരൊക്കെ വയറിൽ നിന്ന് കൈവച്ചുകൊള്ളുക. നടുവ് തളർന്നവർ, ശരീരം തളർന്നവർ, തൊട്ട് അടുത്തു നിൽക്കുന്നവർ അവരുടെ ശരീരത്തിൻ്റെ മേൽ ഒന്ന് കരങ്ങൾ വെച്ചുകൊള്ളുക. വീൽ ചെയറിലിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ തൊട്ടടുത്ത് നിൽക്കുന്ന ബന്ധുക്കളോ ആരെങ്കിലും ഒന്ന് ആ ശരീരത്തിന് മേൽ ഒന്ന് കരങ്ങൾ വയ്ക്കുക. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗികൾ എണീറ്റു നടക്കട്ടെ. തളർന്ന കൈകാലുകൾ ശക്തി പ്രാപിക്കട്ടെ. തളർന്ന കൈകാലുകൾ ശക്തി പ്രാപിക്കട്ടെ. ശക്തി പ്രാപിക്കട്ടെ. പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ തളർവാദ രോഗികൾ എണീറ്റു നടക്കട്ടെ. മൈഗ്രെയിൻ വിട്ടുമാറട്ടെ. തലയിലെ ട്യൂമർ വിട്ടുമാറട്ടെ. കാൻസർ വിട്ടുമാറട്ടെ. നെഞ്ചിലെ ക്യാൻസർ വിട്ടുമാറട്ടെ. ഹാർട്ട് രോഗം സൗഖ്യമാവട്ടെ. ഓടിഞ്ഞ നട്ടല് കൂടിച്ചേരട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാവട്ടെ. അലർജിയും ആസ്മയും വിട്ടുമാറട്ടെ. കടബാധ്യത വിട്ടുമാറട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ തുറക്കട്ടെ. കുടുംബ തകർച്ച വിട്ടുമാറട്ടെ. കടബാധ്യത വിട്ടുമാറട്ടെ. ജോലി തടസ്സം മാറട്ടെ. യേശുവേ, എല്ലാവരെയും സൗഖ്യമാക്കണമേ. നിരാശയും ദുഃഖവും വിട്ടുമാറട്ടെ. ശക്തിയില്ലാത്ത കാതുകൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. രണ്ട് കരം ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, അത്ഭുതങ്ങൾ ഇവിടെ നടക്കട്ടെ. യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിന്റെ നാമത്തിൽ ഒന്ന് വിളിച്ചേ. സർവശക്തിയോടെ യേശുവേ, യേശുവേ, ഈ ജനത്തിന്റെ മേൽ
അങ്ങയുടെ പരിശുദ്ധ ചോരയൊഴുക്കണമേ. പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ, യേശുനാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ യോഗ്യതയില് ദൈവജനത്തിനു മേല് അഭിഷേകം, സൗഖ്യം, കൃപ ഒഴുകട്ടെ. സകല കെട്ടുകളും അഴിയട്ടെ. സഭയോട് ചേർന്ന്, ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന്, ബഹുമാനപ്പെട്ട വട്ടായിലച്ചനോട് ചേർന്ന്, ഈ സ്റ്റേജിലുള്ള വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, സാത്താന്റെ കോട്ടകൾ തകരട്ടെ, ദൈവജനം സ്വാതന്ത്ര്യമാവട്ടെ. ജീസസ്, യേശുവേ, കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? കരമുയർത്തി അടിച്ച് യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഓരോ മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു വെഞ്ചിരിവ് പ്രാർത്ഥന. വെഞ്ചിരിവ് ചെയ്യുമ്പോൾ ഈ നടുവിലെ ഈ ഒരു പാതയിലൂടെയാണ് വെഞ്ചിരിക്കുന്നത്. പിന്നെ സൈഡിലൂടെ 1-2 സ്ഥലത്തൂടെ വെഞ്ചിരിക്കും. കുറച്ച് ഭാഗത്തായിരിക്കും എത്തിച്ചേരുകയുള്ളൂ. എങ്കിലും മുഴുവൻ ആളുകളെയും ബ്ലസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ വെഞ്ചിരിപ്പിന്റെ നിമിഷങ്ങളിൽ ദൈവമക്കളെ കാലങ്ങളായി പീഡിപ്പിക്കുന്ന എല്ലാ ദുർപീഡകളും കൂട്ടത്തോടെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാരക വ്യാധികളുടെയും തകർച്ചകൾ, കടബാധിതകൾ, ആത്മഹത്യ, ദുരന്തങ്ങൾ, ദുർമരണങ്ങൾ, സാമ്പത്തിക കടബാധിതകൾ, കൃഷിനാശങ്ങൾ, ബിസിനസ് പരാജയങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഓരോ മക്കളിൽ നിന്ന് കാലങ്ങളായി ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെയും ഉപദ്രവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അന്ധകാര ശക്തികളെ, ദുർബാധകളെ, ദുർബോധങ്ങളെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവമക്കളെ ശല്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികൾക്ക് പരീക്ഷകൾ അടുക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, മറവി, ഭയം, പരീക്ഷയ്ക്ക് ശരിക്കും എഴുതാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഓരോ തടസ്സങ്ങളെയും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും +1 +2-നും ബോർഡ് എക്സാമുകൾക്കും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാ ശല്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഉപദ്രവങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം പ്രാപിക്കാൻ പറ്റാത്ത വിധം രോഗത്തിന് അടിമയായിരിക്കുന്ന ശരീരങ്ങളിൽ നിന്ന് രോഗത്തിന്റെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. യേശു നാമത്തിൽ വിട്ടുമാറി പോവുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. മദ്യപാനങ്ങൾ, ദുശീലങ്ങൾ, പലതരത്തിലുള്ള ദുർസ്വഭാവങ്ങൾ, മാരകവ്യാധികൾ, ക്യാൻസർ രോഗങ്ങൾ, ഇതിനെല്ലാം ശാസിച്ച് ബഹിഷ്കരിക്കുന്ന സമയമാണ്. കുട്ടികൾ നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അവിടുത്തെ തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് അഭിവന്യ പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ, എല്ലാ മെത്രാൻ സംഘങ്ങളുടെയും കർദിനാൾ സംഘങ്ങളുടെയും കൂട്ടായ്മയിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഇവിടെയുള്ള എല്ലാ വൈദികരോട് ചേർന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ആജ്ഞാപിക്കുന്നു. കാലങ്ങളായി ഈ ദൈവമകളുടെ കുടുംബങ്ങളിൽ നാശവും കണ്ണുനീരും തകർച്ചയും ദുഃഖവും മരണവും ക്ലേശവും ഉദ്ദീപിക്കുന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. ദുരാത്മാക്കളെ എന്നേക്കുമായി വിട്ടുമാറി പോവുക.
ശാസിക്കുന്നു. In the mighty name of Jesus I command you. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. എന്നേക്കുമായി ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റെ മാത്രം. കരങ്ങളടിച്ച് കൈകൾ കൊട്ടി കൈകൾ ഉയർത്തി കൊട്ടി അങ്ങയുടെ നാമത്തിന്റെ വലിയ മഹത്വം ഈ ദാസന്മാരുടെ മേൽ വെളിപ്പെടുന്ന കർത്താവേ. ഇവരിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരുപാട് തരത്തിലുള്ള തകർന്ന അവസ്ഥകൾ ഇപ്പോൾ വിട്ടുമാറി പോട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും നീക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാരങ്ങൾ, കടബാധ്യതകൾ, കുടുംബ തകർച്ചകൾ, ബിസിനസ് പരാജയങ്ങൾ, കൂടെ കൂടുന്ന അപകടങ്ങൾ, കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും എന്നേക്കുമായി ഇന്ന് ഈ സായാഹ്നം ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവദിക്കുമ്പോൾ രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തിൽ ഇന്നയാൾ രോഗിയാണ്, എൻ്റെ കുടുംബത്തിൽ ഇന്നയാൾക്ക് ഇന്ന സ്വഭാവമുണ്ട്, ഇന്നയാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇന്ന കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കൈകൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി ഉറക്കെ യേശുവിനെ വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, അധിപതിയായി അധിപതിയായി കൈകളടിച്ച് പാടണമേ. വന്ദനമണിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കൈകൾ ഉയർത്തി കൈയടിച്ച് മണിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമ്മൾ അപേക്ഷിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.